നമ്മുടെ ബിഗ് ബോസിനകത്ത് നിവിനും ഷാനവാസും തമ്മിലുള്ള വിഷയം ഉണ്ടായല്ലോ. രാവിലെ ആ പാല് പിടിച്ചു വാങ്ങുന്നു, അതവിടെ തെറിപ്പിച്ചൊഴിക്കുന്നു, അവിടെ എല്ലാം വൃത്തികേടാകുന്നു, അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. ഷാനവാസ് അവിടെ തെന്നി വീഴുന്നു, അദ്ദേഹത്തിന് ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു, നെഞ്ചുവേദന വരുന്നു. പിന്നെ അദ്ദേഹത്തെ കൺഫെഷൻ റൂമിൽ കൊണ്ടുവന്നു, ഡോക്ടർമാർ പരിശോധിക്കുന്നു, പിന്നെ ഹോസ്പിറ്റലിലോട്ട് മാറ്റുകയും ചെയ്യുന്നുണ്ടല്ലോ. ഇവിടെ എന്താണെന്നറിയാമോ? ഇവിടെ അന്നേരം സംഭവിച്ച ആ പാലും അഴുക്കുമെല്ലാം അവിടെ കിടക്കുന്നുണ്ടെന്ന് ആ മനീഷേട്ടനാണ് വൃത്തിയാക്കുന്നത്. ഈ ടൈമിൽ അപ്പുറത്ത് ആദിലയും നൂറയും അനുമോളും കൂടെ ആര്യനെയും അക്ബറിനെയും ഇവനെയും കൂടെ പഞ്ഞിക്കിടുന്നുണ്ടായിരുന്നു. പിന്നെ എന്തായാലും കഷ്ടമായിപ്പോയി. കാരണം എന്ന് വെച്ചാൽ ഫൈനൽ ബിഗ് ബോസ് പറയുന്ന കണക്ക് ഫൈനലിലേക്കുള്ള ടിക്കറ്റ് ഫിനാലെ ടാസ്ക് നടക്കുന്നതാണ്. ഇനി വളരെ കുറച്ച് സമയങ്ങളുണ്ട്. ഇങ്ങനെ വൈരാഗ്യവും വിദ്വേഷമൊക്കെ വെച്ച് പുലർത്താതെ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഗെയിമിലേക്ക് കടന്ന് ഗെയിം അവസാനിക്കാറായി. ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഈ ടൈമിലൊക്കെ ഇങ്ങനെ ഉള്ളിൽ പകയൊക്കെ വെച്ചുകൊണ്ടിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അതൊക്കെ കളഞ്ഞ് സപ്പോർട്ടോടെ നിൽക്കേണ്ടതാണ്. ഇനി അടുത്ത ആഴ്ചയൊക്കെ പണപ്പെട്ടി വരുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പഴയ മത്സരാർത്ഥികളെല്ലാം തിരികെ വരുന്നുണ്ട്. അതൊക്കെ ഇനി നടക്കാൻ പോകുന്നത്. അപ്പോൾ എന്തിനാ ഇങ്ങനെ വഴക്കിടുന്നതെന്ന് അറിയത്തില്ല. ഒഴിവാക്കാമായിരുന്നു. ആ വഴക്കവിടെ ഈസിയായിട്ട് ഒഴിവാക്കാമായിരുന്നു. രാവിലെ ഒന്നുകിൽ അവരെ ആ കിച്ചൺ ഏറ്റെടുത്തവരൊക്കെ ഒന്ന് കഴുകിയിരുന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ അനുമോളൊന്ന് കഴിയുന്നത് കൊണ്ട് ഇവിടെ ഒഴിവാക്കാമായിരുന്നു. വെറുതെ അത് ഓവറായിട്ട് എടുത്ത് പ്രൊജക്റ്റ് ചെയ്ത് ഷാനവാസ് അത് കൂടുതൽ കയറി ഏൽക്കുന്നു. ഷാനവാസ് രാവിലെ ഫുഡ് പോലും കഴിച്ചിട്ടില്ല, മരുന്ന് കഴിച്ചിട്ടില്ല. സമയം 10 മണിയായിരുന്നു. ഫുഡ് അവിടെ റെഡിയായിട്ട് കൂടിയില്ല. അതിന് മൊത്തത്തിൽ കുളമായി കിടക്കുന്നു. എന്തിനാണോ ഇത്രയൊക്കെ? ഇനി അവസാനിപ്പിച്ചുകൂടെ? ശത്രുതയൊക്കെ അവസാനിപ്പിച്ച് ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ എൻജോയ് ചെയ്ത് പോകാനുള്ളതിന്.